കുട്ടിക്കാലത്ത് നമുക്ക് എത്രമാത്രം വണ്ടികൾ അറിയാം. ഏത് വണ്ടി പറഞ്ഞു കഴിഞ്ഞാലും ഈ രൂപമാണ് മനസ്സിൽ ഓടി വരിക. നമ്മുടെ ജീപ്പ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ട്ടോ കോളേജ് ലൈഫിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പഴയ ജീപ്പ് ഒപ്പിച്ച് നല്ല ഒന്നാം തരം രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്ത് മാസ് കാണിച്ച് നടക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും. തലമുറകൾ കൈമാറി വന്ന ആ ഒരു ജീപ്പ് എന്ന ബ്രാൻഡിൻ്റെ ആധുനിക രൂപമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ള ഈ രണ്ട് വണ്ടികൾ. ഒന്ന് ആ പഴയ പരുക്കൻ ലുക്കും ഓഫ് റോഡ് കമ്പവും അതേപടി നിലനിർത്തുന്ന മഹീന്ദ്ര താറിൻ്റെ 3 ഡോർ. രണ്ടാമത്തേതാകട്ടെ ആ പഴയ ജീപ്പ് മോഹങ്ങൾ മനസ്സിലിട്ട് ഒപ്പം ഇന്നത്തെ കാലത്തെ ആധുനിക സൗകര്യങ്ങളും യാത്രാ സുഖവും ചേർത്തു വെച്ച മഹീന്ദ്ര വിപണിയിലെത്തിച്ച 5 ഡോർ താർ റോക്സും. നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കുക, ഇതിൽ ഏതാണ് ബ്രോ എൻ്റെ പെർഫെക്റ്റ് ചോയ്സ് എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുന്നതോടുകൂടെ നിങ്ങളുടെ ആ പെർഫെക്റ്റ് ചോയ്സിൽ നിങ്ങൾ എത്തിയിരിക്കും. ഇപ്പോൾ കൂടുതലും ഈ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ഈ ഐസ് എഞ്ചിൻ വെഹിക്കിൾസ് എടുത്ത് ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം മനസ്സിൽ ഫീൽ ചെയ്യാറുണ്ട് പവർ പോരാ എന്നുള്ളത് കേട്ടോ. അത് ഈ രണ്ട് വണ്ടിയും പാടെ മാറ്റിയെന്ന് തന്നെ പറയാം കേട്ടോ. മഹീന്ദ്ര അത്രയും പവർഫുൾ ആയിട്ട് ഒരു ലാഗോ ഒന്നും ഫീൽ ചെയ്യാത്ത നല്ല അടിപൊളി എഞ്ചിൻസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പെട്രോൾ വേരിയന്റിൽ വരുന്നത് എം സ്റ്റാലിയോൺ എന്ന് പറയുന്ന 150 TGDI എഞ്ചിനാണ്. അതിൻ്റെ പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ 150 BHPയും ടോർഗ് ആണെങ്കിൽ മാനുവൽ ഗിയറിൽ 300 Nm, എന്നാൽ ഓട്ടോമാറ്റിക് വേരിയന്റിലോട്ട് അത് വരികയാണെന്നുണ്ടെങ്കിൽ 320 Nm ആണ് കിട്ടുന്നത്. എന്നാൽ ഡീസലിലേക്ക് വന്നാൽ എംഹോക്കിൻ്റെ 130 എഞ്ചിനാണ്. അതായത് 130 BHP പവറും 300 Nm ടോർഗും ഉണ്ട്. ഇതുകൂടാതെ വെറും റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ മൈലേജ് കൂടിയ എഞ്ചിന് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഇറങ്ങുന്നുണ്ട്. അതിലാകട്ടെ 1.5 ലിറ്റർ D117 CRDE ഡീസൽ എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മഹീന്ദ്ര താർ റോക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ എം സ്റ്റാലിയോൺ ടർബോ പെട്രോൾ എഞ്ചിൻ വേരിയന്റിൽ പരമാവധി പവർ നൽകുന്നത് 177 BHPയും 380 Nm ടോർഗ് തരുമ്പോൾ എംഹോക്ക് ഡീസൽ എഞ്ചിൻ വരുന്നത് പരമാവധി പവർ 175 BHPയും 400 Nm ടോർഗുമാണ് കിട്ടുന്നത്. ഈ വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രൈവിംഗ് കോക്പിറ്റിൽ കയറി ഇരുന്നിട്ട് ആ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് തന്നെ ഒരു ലോകം കീഴടക്കിയ ഫീലിംഗ് ആണ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാം നമുക്ക് കാണാം. ഒരു പെർഫെക്റ്റ് കമൻഡിങ് പൊസിഷൻ, അതിൻ്റെ കൂടെ ഇൻസ്റ്റൻറ്റ് ടോർഗും പവറും കൂടെ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ഭാഗത്തു കൂടെയൊക്കെ ഈ വണ്ടി കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ്. സസ്പെൻഷൻ്റെയും യാത്രയുടെയും കാര്യം വരുമ്പോഴാണ് വലിയ വ്യത്യാസം വരുന്നത് ഈ രണ്ട് വണ്ടിയിലും. യാത്രയിൽ താർ 3 ഡോറിൻ്റെ ആ ബാക്ക് സൈഡിലുള്ള യാത്ര അത് ഒട്ടും സുഖകരമല്ല. അതിൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷനും ബാക്കിലാകട്ടെ മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷനുമാണ് വരുന്നത്. അതായത് ഓഫ് റോഡിങ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ 2 പേരിരുന്ന് പോകുന്ന ആ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ തന്നെ ധാരാളമാണ് കേട്ടോ. എന്നാൽ നിങ്ങൾ ഫാമിലിയുമായിട്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ലോങ് ട്രിപ്പിനൊന്നും പറ്റിയ വണ്ടിയേ അല്ല ഈ താറിൻ്റെ 3 ഡോർ. അതുകൊണ്ട് തന്നെ ഈ ഓഫ് റോഡിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ലൊരു യാത്രാ സുഖം പ്രധാനമായി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എടുക്കേണ്ടത് താർ റോക്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ യാത്രാസുഖം കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് വാട്സ് ലിങ്ക് സസ്പെൻഷൻ MTV CL FDD ടെക്നോളജിയും അതുകൂടാതെ റോക്സിൽ അഡ്വാൻസ്ഡ് ഹൈഡ്രോളിക് റീബോൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന മറ്റൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഒരുപാട് നേരം യാത്ര ചെയ്തതുകൊണ്ട് പറയാം, ഇതിൻ്റെ ബാക്ക് സീറ്റ് പക്ക കംഫർട്ട് തരുന്നുണ്ട്. ഇത്രയും വലിയൊരു SUV ആയിട്ട് പോലും ചെറിയ ബോഡി റോളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആ ഒരു സസ്പെൻഷൻ്റെ ഗുണം തന്നെ ആയിരിക്കാം. ഫാമിലിയെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മറ്റുള്ള ഈ സ്കോർപിയോ പോലുള്ള വണ്ടികളൊക്കെ എത്രമാത്രം സസ്പെൻഷൻ അടിപൊളിയാണോ അതുപോലെ തന്നെയാണ് ഈ വണ്ടിയിലും അവർ സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 3 ഡോർ താറിൻ്റെ അളവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3985 മില്ലിമീറ്റർ നീളവും വീതിയാകട്ടെ 1820 മില്ലിമീറ്ററും ഉയരം 1855 മില്ലിമീറ്ററും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 226 മില്ലിമീറ്ററും ടേണിംഗ് റേഡിയസ് ആകട്ടെ 5.25 മില്ലിമീറ്ററുമാണ്. അതേസമയം താർ റോക്സിലേക്ക് വരുന്ന സമയത്ത് നീളം 4428 മില്ലിമീറ്ററും വീതിയാകട്ടെ 1870 മില്ലിമീറ്ററും ഉയരം 1923 മില്ലിമീറ്ററുമാണ്. എന്നാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 216 മില്ലിമീറ്ററും ടേണിംഗ് റേഡിയസ് 5.38 മില്ലിമീറ്ററുമാണ്. 3 ഡോർ താറിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റുകളിൽ 18 ഇഞ്ചിൻ്റെ അലോവീലുകളാണെങ്കിൽ റോക്സിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റിൽ വരുന്നത് 19 ഇഞ്ച് അലോവീലുകളാണ്. പ്രത്യേകിച്ചും സ്ലിപ്പറി സാഹചര്യങ്ങളിൽ ട്രാക്ഷൻ ഉറപ്പാക്കാൻ ഇലക്ട്രോണിക് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ 2 വണ്ടിയിലും ലഭ്യമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലും താർ റോക്സ് തന്നെയാണ് ഒരുപടി മുന്നിൽ. 3 ഡോർ താറിൽ ഡ്യുവൽ എയർ ബാഗുകൾ മാത്രമാണെങ്കിൽ റോക്സിൽ 6 എയർ ബാഗുകളാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗും ലെവൽ 2 ADAS സംവിധാനവും റോക്സിലുണ്ട്. ഈ വണ്ടിയുടെയൊക്കെ മൈലേജ് ആരെങ്കിലും നോക്കുമോ? എനിക്കറിയില്ല. ഏതൊരു മലയാളിയാണെങ്കിലും ഏതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മൈലേജ് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. ഈ വണ്ടി ലോങ് ഡ്രൈവിൽ ഓടിച്ച സമയത്ത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കണ്ടത് ഏകദേശം ഒരു 9 മുതൽ 11 കിലോമീറ്റർ വരെയൊക്കെയാണ് കേട്ടോ താർ റോക്സിൽ ആവറേജ് ആയിട്ട് കാണിച്ചത്.
നോർമൽ താറിൽ ചോദിച്ചപ്പോഴും ഏകദേശം ഇതൊക്കെ തന്നെയുള്ളൂ അവർക്കും കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ കയ്യിൽ പേഴ്സണലി ഈ താർ റോക്സും അതുപോലെ താറും ഉണ്ടെങ്കിൽ അതിൻ്റെ മൈലേജ് ഇതിലും കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് രൂപത്തിൽ താഴെ വന്നിട്ടൊന്ന് അറിയിക്കാം കേട്ടോ, എന്നാൽ എല്ലാവർക്കും ഇതൊന്നും അറിയാലോ. രണ്ട് വണ്ടിയിലും 26.03 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ഡ്രൈവിലൊക്കെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ആ വണ്ടി ഇതിലൂടെ നാവിഗേഷൻ ചെയ്ത് പോയി. അതിൻ്റെ ഒക്കെ പുറമെ ചില ഭാഗങ്ങളിൽ റേഞ്ച് കിട്ടാത്ത ഭാഗം വന്ന സമയത്ത് അതിൽ മാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റം ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും നമുക്ക് മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഓടിക്കാനുള്ളൊരു ഓഫ്ലൈൻ സിസ്റ്റം അതിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നീളം കൂടുതലുള്ളത് കൊണ്ട് തന്നെ താർ റോക്സിൽ അതിൻ്റെ ബൂട്ട് സ്പേസ് 571 ലിറ്ററാണ് വരുന്നത്. എന്നാൽ 3 ഡോർ താറിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ. ഇനി 2 പേര് ഈ താറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്കിലുള്ള ആ റിയർ സീറ്റ് 2 മടക്കിയിട്ട് നമുക്ക് ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ലഗേജ് വെച്ച് പോകാമെന്നല്ലാതെ നമ്മളൊരു 5 ആൾക്കാരും കൂടെ ആ വണ്ടിയിൽ പോകുന്ന സമയത്ത്, 5 ആൾക്കാർ തന്നെ പ്രാക്ടിക്കൽ അല്ല, ഇനി പോട്ടെ ഒരു 4 ആൾക്കാർ വെച്ചിട്ട് ആ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇതിൽ ലഗേജ് അവിടെ വെക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവസാനം ഏതാണ് നിങ്ങളുടെ ചോയ്സ്? നല്ലൊരു 4x4 വണ്ടിയും ഒപ്പം നല്ല യാത്രാസുഖവും ഫാമിലി കംഫോർട്ടും വേണം എന്നുള്ളവർക്ക് ഒട്ടും ചിന്തിക്കേണ്ട, താർ റോക്സ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല എനിക്ക് ആ ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക് മാത്രം മതി, അതിൻ്റെ കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ടുള്ള മുന്നോട്ടുള്ള ചിന്തയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് താർ തന്നെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.